ജിപ്പിരി മുത്തുക്കോയ തങ്ങൾക്ക് ഹാർട്ടിൻ്റെ വേദന ഈ പിന്നെ വന്ന് നെഞ്ചുവേദന വന്ന് എന്നെ കോഴിക്കോട് മിംസിൽ പിന്നെ ഞാനാണ് കൊണ്ടുപോയത്. ഞങ്ങളും കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർമാർ പരിശോധിച്ചിട്ട് മാരകമായ ബ്ലോക്ക് ഉണ്ടെന്നാ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഇനി ചില ടെസ്റ്റുകളൊക്കെ നടത്തും, 2 ദിവസം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ചല്ല പോയത്. നിൽക്കാനൊന്നും പറ്റൂല, ഇങ്ങോട്ടിപ്പോൾ നോക്കി കൂടെ ഇന്ന് ആ രൂപത്തിൽ തങ്ങൾ എല്ലാവരോടും പറഞ്ഞവർ ഡോക്ടർമാരോടും പറഞ്ഞു നിൽക്കാനൊന്നും പറ്റൂല പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അവിടെ നിൽക്കൂലെന്ന്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഹൈദരലി ഷിഹാബ് തങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇവിടെ 2 ദിവസം നിന്ന് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്, മാരകമായ ബ്ലോക്ക് ഉണ്ടെന്നാ ഡോക്ടർമാർ പറഞ്ഞ് ഞാനും കേട്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങളൊന്ന് പറയണം, അവിടെ നിൽക്കും ചിലപ്പം. അപ്പോൾ ചിരിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒത്തുനിന്നിട്ട് ഹൈദരലി ഷിഹാബ് തങ്ങൾ വിളിക്കുന്നുണ്ട് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആറ്റപ്പൂ പിന്നെ തങ്ങളോട് പറഞ്ഞ് നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയാൽ പിന്നെ ഡോക്ടർമാർ പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് 2 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് പോന്നാൽ മതി നമ്മൾക്ക്, പിന്നെ അതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം എടുത്ത് അവിടെ നിൽക്കുക. 2 ദിവസം നിന്നു. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ബൈപ്പാസ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി പിന്നെ മെട്രോ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. മെട്രോ ഹോസ്പിറ്റലിൽ പോയി അവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാൾ വലിയ ബൈപ്പാസ് വിദഗ്ധനാണ്. അങ്ങനെ അയാൾ നിർദ്ദേശിച്ച് അങ്ങനെ അവിടെ കിടന്ന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് അവിടെ കെട്ടേണ്ട ഒരു സംഖ്യയുണ്ട്, 2 ലക്ഷത്തി സംതിങ് ഒരു പാക്കേജാണത്. അപ്പോൾ ആ പൈസ ഒരു കെട്ടാക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പിന്നെ ഇത് ഇത്തരത്തിൽ അവിടെ കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ടാണ് കൊടുക്കുക. ഇനി ഞാൻ ഓപ്പറേഷന് കിടന്നാൽ തങ്ങൾ ഓപ്പറേഷൻ എന്ന് വേണ്ടി സഹായമൊക്കെ ആയിട്ട് പലരും വന്നോട്ടും ആരോടും 10 പൈസ വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഓപ്പറേഷൻ ഡേറ്റൊക്കെ ഞാൻ അപ്പോൾ തന്നെ തങ്ങൾക്ക് വിവരം കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ പിന്നെ ചെയ്ത് അന്ന് പിറ്റേന്ന് രാവിലെ ആറ്റപ്പോൾ എനിക്ക് വിളിച്ചു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വിളിച്ച് വിജയകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. രാവിലെ എന്ന് വിളിച്ചാൽ ബോധം തെളിഞ്ഞിട്ടില്ല. അപ്പം എന്നോട് തങ്ങൾ ചോദിച്ച് ഞാനവിടെ വരുന്നുണ്ട് അറിഞ്ഞോട്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ വന്നാൽ കാണാൻ പറ്റൂല, അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ പറ്റൂല, അതുകൊണ്ട് പിന്നെ എന്ന് ഞാൻ എന്നോട് ഞാൻ ഏതായാലും വരാമെന്ന്. അപ്പം ഞാൻ അവിടുത്തെ MD മുസ്തഫ ഡോക്ടറോട് എന്നിട്ട് പറഞ്ഞ് ഹൈദരലി തങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞപ്പം അയാൾ ചോദിച്ചപ്പോഴാണ് വരിക എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ തങ്ങളുടെ വണ്ടി വന്നിട്ട് കാറ് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന്. അപ്പം മുസ്തഫ ഡോക്ടർ ഞാൻ പറഞ്ഞത് ആ കാറ് വന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എഴുന്നേറ്റ് ഹൈദരലി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിക്കാം. അപ്പോൾ അവിടുത്തെ മറ്റ് നഴ്സുമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആരാണ് ഈ വന്നത്, കാരണം ഇയാൾ മുസ്തഫ ഡോക്ടർ അങ്ങനെ ഓടി ചെല്ലുമ്പം അത്ര അവരുടെ സ്റ്റാഫ് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വന്നു. ഏത് VIP ആണെന്നുള്ളത്. അപ്പോൾ ഹൈദരലി ഷിഹാബ് തങ്ങളാകുമ്പോൾ വന്ന് ഒരാണ്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പിന്നെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ്. അപ്പം ഡോക്ടർ ചോദിച്ച് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞ് കാണാൻ പറ്റുമെങ്കിൽ കാണണം എന്ന് പറഞ്ഞു. ആറ്റപ്പോൾ ഞാനുണ്ട് കൂടെ. അപ്പോൾ കാണണം. അപ്പം പിന്നെ അവിടെ അന്ന് ഈ കൊറോണ സമയത്തൊക്കെ ഉണ്ടായ ഡ്രസ്സ് ഉണ്ടല്ലോ ഡോക്ടർമാർ മൂടിയിട്ടില്ല, ആ ഡ്രസ്സ് 2 എണ്ണം കൊടുന്നു, ഒന്ന് ഡോക്ടർക്കും ഒന്ന് തങ്ങൾക്കും. അങ്ങനെ തങ്ങളെ ഈ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് മുസ്തഫ ഡോക്ടറിനെ ഇട്ട് കൊടുക്കുന്നു. നോക്കി ചൈനൊക്കെ വലിച്ചിങ്ങനൊക്കെ മൂപ്പൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ആളും ചെല്ലുമ്പോൾ അഥവാ ബോധം തെളിയാണെങ്കിൽ തങ്ങളെ മനസ്സിലാവില്ല, ആറ്റപ്പൂവിനെ ഹൈദരലി തങ്ങൾ മനസ്സിലാവില്ല. അതെ ആ വേഷം മാറുകയാണല്ലോ. അതെ, തല ഒഴിവാക്കിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒഴിവാക്കിയിട്ട് ചെയ്തുകൂടാൻ ചോദിച്ചു. അപ്പം മുസ്തഫ ഡോക്ടർ മുഖം ഒഴിവാക്കിയിട്ട് കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി. അങ്ങനെ 2 ആളും അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വാതിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. നന്ദകുമാർ ഡോക്ടർ ഇതൊക്കെ വീക്ഷിക്കും, ആരൊക്കെയാണ് കിടക്കുന്നതെന്നൊക്കെ വലിയ കർശനമാണ്. അങ്ങനെ ഇവർ 2 ആളും അകത്ത് ചെന്നപ്പം ആദ്യമായിട്ട് തങ്ങൾ കണ്ണ് തുറക്കണം. ഇവിടെ ചെല്ലുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്, ബോധം തെളിയണം. അപ്പോൾ അതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയത് ആറ്റപ്പൂവിൻ്റെ മുഖത്തേക്ക്. ആറ്റപ്പൂ ഇങ്ങനെ താളം കാട്ടി അവിടെ. എന്നിട്ട്
ഒരു രണ്ടാളും പുറത്തേക്ക് വന്നു. അപ്പോൾ എന്നോട് വലിയ ഊറ്റത്തോടു കൂടി ആറ്റം പറഞ്ഞു, ബാപ്പ ബോധം തെളിഞ്ഞീന് കേട്ടോ കണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അവർ തമ്മിലൊക്കെ ഉണ്ട്.